എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനാമിക കൊടും ക്രൂരതയൊക്കെ ചെയ്യുകയാണ്. പാലിനകത്ത് വിഷം കലക്കി അവള് കാത്തിരിക്കുകയാണ്. എപ്പോഴും ഏത് നിമിഷം വേണേലും നയനെ കൊണ്ടുപോയി നവ്യയ്ക്ക് ആ പാല് കൊടുക്കാം. ഈ സമയം നയന ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നയന നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ആ സമയം ആദർശ് മുറിയിലുണ്ടായിരുന്നു. പിന്നീട് നയനെ കണ്ടത് ആദർശ് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയാണ്. അല്ല എന്തോ കാര്യമുണ്ടല്ലോ, ഞാൻ അനിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പറയണം. അല്ല അവനിതെന്ത് പറ്റി? അവൻ മലയ്ക്ക് പോയാൽ മാല ഇട്ട് കഴിഞ്ഞാലും അവന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലെന്ന് പറയാം. കല്യാണം കഴിച്ചതിന് ശേഷം മുമ്പത്തെ ഉണ്ടായിരുന്ന അവന്റെ ആ സന്തോഷമൊക്കെ അങ്ങോട്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ, നേരത്തെ ആയിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാറുന്നുള്ളൂ എന്ന് പറയാം. അത് ശരിയാ ആദർശേട്ടാ, പക്ഷേങ്കില് എനിക്കെന്തോ അനാമിയനെ കുറിച്ച് ഓർത്തിട്ടാ. കാരണം അനാമിയക്കാണെങ്കിൽ അനിയെ എപ്പോഴും കുത്തി നോവിക്കാൻ മാത്രമേ സമയമുള്ളൂ. എപ്പൊ നോക്കിയാലും അവർ രണ്ടുപേരും തമ്മിൽ വഴക്കാന്ന് പറയണം. അത് മാത്രമല്ല, ദേ അവരുടെ അനാമികയുടെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരു പക്ഷേങ്കില് ഇവിടെ അവരുടെ അമ്മയുടെ വന്നെന്നുള്ള നിപ്പ് അതത്ര ശരിയായ നടപടിയല്ലെന്ന് പറയണം. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, എനിക്കും അത് തോന്നായികയില്ല. കാരണം ഇതിനു മുമ്പ് ആ മാല മോഷണം പോയ കേസില് അനാമികയുടെ അമ്മയ്ക്ക് നല്ല പങ്കുണ്ടെന്ന് തോന്നുന്നെന്ന് പറയാം. എല്ലാം നയന പറഞ്ഞു, അത് ശരിയാ. നവ്യേച്ചി ഇതിനെക്കുറിച്ച് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അവരായിരിക്കും ഇത് എടുത്തേന്ന്, വേറെ ആരും എടുക്കത്തില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇത് മാത്രമല്ല, ഇനി ഈ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും പോകാൻ വഴിയുണ്ടെന്ന് പറയാം. ആദർശ് പറഞ്ഞു, അത് ശരിയാ. അതെല്ലാം മിക്കവാറും മോഷ്ടിച്ചോണ്ട് പോയിട്ട് അവസാനം ഇവിടെ ഉള്ളവരുടെ തലയിൽ നിന്റെ ചേച്ചിയുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനായിരിക്കും അവർ ശ്രമിക്കണേന്ന് പറയാം. അവരുടെ കള്ളത്തൊഴൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അധികം വൈകാതെ തന്നെ അത് പുറത്താവും ചെയ്യും. എപ്പോഴെങ്കിലും എന്റെ കൺമുന്നിൽ എന്റെ കാരണമാല മോഷ്ടിച്ചോണ്ട് പോകന്മാര് വന്ന് വീഴും. അന്ന് കണ്ടോണം അവരുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, ഇനിയിപ്പൊ കള്ളത്തരം കണ്ടുപിടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അനിയുടെ ഭാര്യയല്ലേന്ന് ചോദിക്കാം. കള്ളത്തരം കണ്ടുപിടിച്ചാൽ പിന്നെ എന്താ ചെയ്യാൻ കഴിയില്ലാത്ത? പിന്നെ അവളെ ഒരു നിമിഷം പോലെ ഈ വീട്ടിൽ വെച്ചുറപ്പിക്കില്ല. മുത്തശ്ശന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. മുത്തശ്ശൻ എന്ത് സഹിക്കും, പക്ഷെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അബീനെ ആണെങ്കിലും ഒരു കുറച്ച് അകലെ വിട്ട് നിർത്തിയിരിക്കുന്നത്. കാരണം അബിയുടെ സ്വഭാവം നന്നായിട്ടറിയാം. പക്ഷെ ഇപ്പൊ അബിക്ക് നല്ല മാറ്റമുണ്ട്. അത് എന്തിന്റെയാന്ന് അറിയത്തില്ല എന്ന് പറയണം. നയന പറഞ്ഞു, അത് ശരിയാ. ഇന്ന് ചേച്ചീനെ കൊണ്ട് വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയനയും കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയം ആദർശോർത്ത് എങ്ങനെയെങ്കിലും അവർ കള്ളത്തരം കണ്ടുപിടിക്കണം. അനാമയ്ക്കും അവരുടെ അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ കണ്ടുപിടിക്കണം തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയം വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു അനാമികയും രേവതിയും കൂടെ. അപ്പൊ അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജലജ പതുങ്ങി ഇന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവര് വേറൊന്നുമല്ല സംസാരിച്ചേ, പാലിനകത്ത് ആ സംഭവം കലക്കി വെച്ചിട്ടുണ്ട്, മരുന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങ് ചൂന്നും പറഞ്ഞ് പൊക്കോളും. പിന്നെ അവളെ കൊണ്ടുള്ള ശല്യം തീരും. അതിനുശേഷം മറ്റോള് അങ്ങനെ എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ ആറാടിക്കൊണ്ടിരിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആ പാല് കുടിച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിന്റെ ഒരു തീരുമാനവും. ഭയങ്കര സന്തോഷത്തില് ജലജ എന്ത് ചെയ്യണം, നേരെ മുകളിലേക്ക് കയറി ചെല്ലണം. അപ്പോഴേക്കും അങ്ങോട്ട് അബി ഇറങ്ങി വന്നു. എന്താമേ? അമ്മയുടെ മുഖത്ത് പതിവിലും വിപരീത ഒരു സന്തോഷം. നീ ഇങ്ങോട്ട് വന്നേടാ മോനെന്നും പറഞ്ഞോണ്ട് അബീനെ വിളിച്ചോണ്ട് ആ ബാൽക്കണിന്റെ അങ്ങോട്ട് പോവാണ്. അമ്മ എന്താ കാര്യം? നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ടെന്ന് പറയും. എന്ത് കാര്യം? എടാ മോനെ, ആ പാലിനകത്ത് അവള് എന്തോ ഒരു മരുന്ന് കലക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം. നവ്യക്ക് കുടിക്കാൻ കൊടുക്കാനുള്ളേ. അതിങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി. അവർ തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടാന്ന് പറയണം. കണ്ടു, ആ പാല് കൊണ്ട് നവ്യക്ക് കൊടുക്കും. അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയി ഒരു 15 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ കാര്യമൊക്കെ ഒരു തീരുമാനമാകും. അവൾമാര് പറയുന്നത് കേട്ടാന്ന് പറയും. അമ്മ ഇതൊക്കെ നടക്കൂല അല്ലേ? എനിക്ക് എന്തുമാത്രം പ്രതീക്ഷയാണെന്നറിയാവോ? പിന്നെ നടക്കാതെ എങ്ങോട്ട് പോകാനാടാ മോനെ? എന്നാലും നീ മലയ്ക്ക് പോകുമ്പോൾ മാല ഇട്ടതിന് ശേഷം ഇത്ര നല്ല കാര്യങ്ങളൊക്കെ വരുന്നേ. എന്നുള്ള ആ അനാമി ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇത്രയും ചില ഗുണങ്ങളൊക്കെ നമുക്കുണ്ടായി. ഇനി നമ്മളൊക്കെ കൈകെട്ട് നോക്കിയിരുന്നാൽ മാത്രം മതി, ആളുമാരെല്ലാം ചെയ്തോളും. ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലൊരു കുറ്റം വരാനും പോകുന്നില്ല. ഇനിയിപ്പോ പോലീസ് കേസ് ആയാൽ പോലും നമ്മളെ സംശയിച്ചാൽ പോലും നമുക്ക് പേടിക്കണ്ട. നമ്മൾ കുറ്റവും ചെയ്തിട്ടില്ലോ, ആളുമാരെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തേ. അബി പറഞ്ഞു, എന്നിട്ട് വേണം എനിക്ക് വേറെ കല്യാണം കഴിക്കാനായിട്ട്. അവളെ സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഇന്ന് അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തൊരു സ്നേഹമായിരുന്നറിയാം. ഭയങ്കര ഒലിപ്പീരായിരുന്നു. മരുമോൻ അങ്ങ് നന്നായെന്ന് വിചാരിച്ചോണ്ട് അവരിയ്ക്കുന്നത്. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ ഈ മരുമോന്റെ സ്വഭാവം എന്താന്ന്.
മരുമോൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. അധികം വൈകാതെ തന്നെ അവള് കുഞ്ഞൊക്കെ ഇല്ലാതെ വീട്ടിലേക്ക് പോകും. ആ പോക്കോട് കൂടിയിട്ട് അവളുടെ അനന്തപുരി വീട്ടിലെ ജീവിതം ഞാനും കൂടെ അവസാനിപ്പിക്കും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ടതും ജലജ പെട്ടെന്ന് പറഞ്ഞു, അതെ നീ ഇപ്പൊ എടുത്ത അടിയൊന്നും ചെയ്യാനൊന്നും പോണ്ട. നല്ലതായിട്ട് സങ്കടം അങ്ങോട്ട് ഭാവിച്ചു കേൾക്കണം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയി കഴിയുമ്പോൾ നന്നായിട്ട് നീ അഭിനയിക്കണം. അല്ലെങ്കിൽ നിന്നെ അവർക്ക് സംശയം തോന്നും. അതെന്തിനാ അമ്മ സംശയിക്കട്ടെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് പറയും. എടാ മോനെ, ഇപ്പൊ നീ എന്തായാലും നിന്റെ ഈ കള്ളത്തരം ഒന്നും പുറത്ത് ഇറക്കണ്ട. കാരണം കുറച്ച് നാളും കൂടി ഇങ്ങോട്ട് അഭിനയിച്ചാൽ മതിയാവുള്ളൂ. ഒന്നുമില്ലെങ്കിൽ നീ സ്വാമിയല്ലേ. സ്വാമിയായ സമയത്ത് പെട്ടെന്ന് നിനക്ക് ഇനി വേറൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും നീ മാല ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നീ പഴയ പരിപാടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാന്ന് പറയും. അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റമേ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ അബിയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ അവളെ കളി കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അതെ, അത്രയ്ക്ക് നീ ഞങ്ങൾ പൊങ്ങണ്ട. നീ അല്ല ഇതിന്റെ കാരണക്കാരി, വേറെ പെൺപിള്ളേരാ. ആ ഒരു ഓർമ്മ വേണം. നീ എത്ര വട്ടം അവളെ ഇല്ലാതാക്കാൻ നോക്കി, അവളുടെ വയറ്റ് വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി, എന്നിട്ട് വല്ലതും നടന്നു എന്ന് ചോദിക്കാം. പിന്നെ ഈ പറയുന്ന അമ്മയെ കൊണ്ട് സാധിച്ചോ? അമ്മ നോക്കിയതല്ലേന്ന് ചോദിക്കും. പിന്നെ അവളുടെ കയ്യിൽ ആ വീഡിയോസ് ഉള്ളതുകൊണ്ടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലത്തെ. ആ വീഡിയോസ് എങ്ങാനും അവൾ പുറത്ത് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തോടുകൂടി ഞാനും നീയൊക്കെ പുറത്താ, അറിയാലോ. എനിക്കിവിടെ ഒരു സ്ഥാനമില്ല അല്ലെങ്കിൽ തന്നെ. ഇനിയിപ്പം ആ വീഡിയോ കൂടി ഈ വീട്ടുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഉള്ള സ്ഥാനം കൂടെ പോകുന്നു പറയണം. അതെ, ഇനിയിപ്പം നമ്മൾ അതേ സമയം ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നതെന്നേ പറയത്തുള്ളൂ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ജയൻ എന്ത് ചെയ്യാണ്, മുറിയിലേക്ക് അങ്ങ് ചെല്ലുവാണ്. അവിടെ അപ്പം അവിടെ ഇരിക്കും ദേവേനി ഇരിക്കുന്നുണ്ടായിരുന്നു. ദേവേനിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ ചോദിച്ചു, നീ എന്താ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് ചോദിക്കും. നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. ഒന്നും കഴിച്ചില്ല. അതെന്താ കഴിക്കാത്തെ? നീ നയനമ്മളോട് പറയുവാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം അവളെ ഉണ്ടാക്കി തരുവല്ലാന്ന് ചോദിക്കും. എനിക്ക് കഴിക്കാൻ തോന്നില്ല. അത് മാത്രമല്ല അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുന്നത് എനിക്ക് വേണ്ടാന്ന് പറയണം. എന്തൊക്കെയോ ജ്യൂസൊക്കെ കൊണ്ടു തന്നു, ഞാനെങ്ങും കുടിച്ചില്ല എന്ന് പറയണം. അത് പറട്ടെ, അല്ല നയനമോളെ പോലെ ഒരു മരുമോളെ കിട്ടിയതാ. നിനക്ക് കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറഞ്ഞാലും അവളത് ഉണ്ടാക്കി തരില്ലേ. ദേവേനി, നിനക്ക് വയ്യെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയണം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് ഒരസുഖം ഇല്ലെന്ന് പറയണം. അത് നേരം കൊണ്ട് ഫുഡ് കഴിക്കാത്തതിൻ്റെയാ. അതാ പറഞ്ഞേ, നിനക്ക് ഫുഡ് കഴിച്ചാൽ എന്താ കുഴപ്പം? അത് അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. ഓഹോ, അപ്പൊ ഇത്രയും നാളും അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ല കഴിച്ചോണ്ടിരുന്ന് ചോദിക്കും. നിനക്കിനിയിപ്പോൾ അവളുണ്ടാക്കുന്ന വേണ്ടെങ്കിൽ നിനക്ക് സ്വന്തമായി ഉണ്ടാക്കി കഴിച്ചാൽ എന്താ കുഴപ്പം? എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറയണം. അതാ പറഞ്ഞ നയനമോൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട്. അവളുണ്ടാക്കുന്ന ഫുഡിന് എന്താ കുഴപ്പം? നല്ല ടേസ്റ്റ് അല്ലേ. അതുപോലെ എന്താണ് ഈ വീട്ടിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ഒന്നുമല്ലെങ്കിലും നിന്റെ മരുമോളല്ലേ അവളെന്ന് ചോദിക്കും. മരുമോളാണ് പോലും. അവൾ ഒരിക്കലും ഞാൻ മരുമോളായിട്ട് കണക്ക് കൂട്ടാൻ പോകുന്നില്ല ഈ ജന്മത്തില്. അതിന് ഞാൻ മരിക്കണം എങ്കിൽ മാത്രം ഇനി അവളെ ഞാൻ എൻ്റെ മരുമോളായിട്ട് കണക്ക് കൂട്ടുള്ളൂ. ഒരു മരുമോള് വന്നിരിക്കുന്നു, അവളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യ. അല്ല, ജേട്ടന് വേറൊന്നും പറയാനില്ലേന്ന് ചോദിക്കും. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നീ ഇതോളം പറയണം. ആദർശം മലയ്ക്ക് പോയിട്ട് വട്ടെ. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ദേവേനി പറയാ. എന്ത് തീരുമാനമാണ് നീ എടുത്തേക്കുന്നത് ജയൻ ചോദിക്കണം. അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവനിപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ല. അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ജീവന അമ്മയുടെ പുറകെ എപ്പോഴും നടന്നുകൊണ്ടിരുന്ന അവനാ. ഇപ്പൊ എപ്പൊ നോക്കിയാലും അവനവന്റെ ഭാര്യയുടെ പുറകെ നടക്കാനേ സമയമുള്ളൂ. മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് പോലും അവനാണെങ്കിൽ ആ ഒരു സ്വഭാവം കാണിക്കണമെന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, നീ എന്തിനാ എപ്പോ നോക്കിയാലും നയനമോളെ കുറ്റപ്പെടുത്തുന്നേ? ദേവേനി, നിന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റണം കേട്ടോ. പോരാത്തനറിയാലോ, ഭഗവാനെ വിളിച്ചിട്ടാണ് നീ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആദർശനെ കൊണ്ട് മാലയൊക്കെ ഇടിച്ച് ഇനിയെങ്കിൽ ആ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നിനക്ക് തന്നെ തിരിച്ചടി കിട്ടൂട്ടോ. അത് ഭഗവാനായിട്ട് തരുമെന്ന് പറയാം. പിന്നെ ഭഗവാൻ എനിക്ക് ഇപ്പൊ തിരിച്ചടി ഇങ്ങോട്ട് തരാൻ വന്നേക്കുമല്ലേ, ഒന്ന് പോ എന്റെ ജയേട്ടാ എന്നും പറഞ്ഞോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവളുണ്ടാക്കി തന്നൊന്നും കഴിച്ചില്ല. വേറൊന്നും കഴിക്കാനും തോന്നിയില്ല. അടുക്കള ചെന്ന് എന്തെങ്കിലും ഉണ്ടെടുത്ത് കഴിക്കാന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ദേവേനി അങ്ങോട്ട് പോണേ. പിന്നീട് ദേവേനി എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പാലവിടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും അവള് തിളപ്പിച്ചു വെച്ചായിരിക്കും അവളുടെ ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പൊ അവള് പാല് കുടിച്ച് സൂയിക്കണ്ട എന്നോർത്തോണ്ട് എന്ത് ചെയ്യണം, ദേവേനി എന്ത് ചെയ്യണം, ആ പാലങ്ങെടുത്ത് കുടിക്കണം. ഒറ്റ വലിക്ക് പാലും കൂടി കുടിച്ചു. ഇപ്പൊ നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട്, സമാധാനമായി. ഇനി പോയി കിടന്നാലും കുഴപ്പമില്ലെന്നോർത്തോണ്ട് ദേവേനി അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം പാൽ ആറാൻ വെച്ച് നോക്കി നയനെ അങ്ങോട്ട് വരുവാണ്. വന്നു കഴിയുമ്പത്തിന് പാല് കണ്ടില്ല. പാൽ ഇതെന്തേ? ഇനി പാലിലും എടുത്ത് കുടിച്ചോ? ഞാൻ അമ്മയ്ക്ക് പാലിലും എടുത്ത് കുടിച്ചോ അറിയത്തില്ല. അന്ന് കുഴപ്പമില്ല, ഇനിയിപ്പോ താൻ വേറെ ഉണ്ടാക്കാം എന്നൊക്കെ ഓർത്തോണ്ട് എന്ത് ചെയ്യുവാണ്, നവ്യയ്ക്ക് വേണ്ടി വേറെ പാല് കാച്ചുവാണ്. അങ്ങനെ വേറെ പാലൊക്കെ കാച്ചി അതെടുത്ത് നവ്യയുടെ മുറിയിലേക്ക് അങ്ങ് പോവാ. ഈ സമയം രേവതിയും അനാമിക ഇത് കണ്ടു. പോകുന്നുണ്ട്. നല്ല പോക്ക് അങ്ങോട്ട് പോട്ടെ. ഇന്നത്തോടു കൂടി കാര്യത്തിന് തീരുമാനമായി. പിന്നീട് നവ്യ എടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇതേ നവ്യേച്ചി പാലെന്ന് പറയണം. ഇങ്ങനെ നവ്യ പാല് മേടിച്ച് അവിടെ വെച്ചു. എന്നിട്ട് നയന ഇങ്ങ് തിരിച്ചു പോരുവാണ്. അഭി വെച്ചു, നീ എന്താ പാല് കുടിക്കാത്ത? കുടിക്കണില്ലേന്ന് ചോദിക്കും. ഇച്ചിരി കഴിഞ്ഞിട്ട് കുടിക്കാം.
അത് കുടിക്കുക. ഇനിയിപ്പോൾ അത് വെച്ച് വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അബിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ പാലൊന്ന് കുടിച്ചാൽ മാത്രം മതി. ആ പാല് കുടിക്കുകയാണെങ്കിൽ ഏറെപ്പോയൊരു 10-15 മിനിറ്റ്, അതോടുകൂടി കാര്യങ്ങൾക്ക് തീരുമാനമാവും. അവർ സന്തോഷത്തില. കരയാനുള്ള കണ്ണീര് മുമ്പേ തന്നെ ശേഖരിച്ചു വെച്ചേക്കും അബി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ തനിക്കൊന്ന് കരയണമല്ലോ, ഒരു പ്രകടനം തന്നെ നടത്തണമല്ലോ. അപ്പം ഇനിയിപ്പം നവ്യയുടെ കരച്ചിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് രേവതി അനാമിക. അവള് പാല് കുടിക്കും, ഇപ്പൊ തന്നെ ഉറപ്പായിട്ടും കുടിക്കും. കൂടിപ്പോയ ഒരു 10-20 മിനിറ്റുള്ളിൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഈ സമയം നയനയോ നവ്യ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ ദേവേന് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മുറിയിലേക്ക് അങ്ങ് കയറി ചെന്ന് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു തളർച്ച ക്ഷീണം പോലെ ദേവേനിക്ക് തോന്നുവാണ്. പെട്ടെന്ന് വയറ് പൊട്ടുവാണോ തലവേന എടുക്കുവാണോ എന്താ വേദനയും വിഷമമൊന്നും പറയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ജയൻ ചോദിച്ചു, എന്താ ദേവേനി, നിന്റെ മുഖത്ത് എന്തായാലും വല്ലായ്മയും നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണ. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ, ഹോസ്പിറ്റലിൽ മറ്റോ പോണോന്ന് ചോദിക്കാണ്. ഒരു ബുദ്ധിമുട്ടില്ല, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം. പക്ഷെ ഇച്ചിരി കഴിഞ്ഞ് ദേവേനിക്ക് ഇരിക്കാനും മേല നിൽക്കാനും മേലാത്ത അവസ്ഥ, വയറ് പൊട്ടി പോകുന്നല്ലേ. ദേവേനി കിടന്ന് നിലവിളിക്കാൻ പെട്ടെന്ന് ജയൻ ചോദിച്ചു, എന്താ ദേവേനി, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല ജയനേട്ടാ, എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വേദന തോന്നുവെന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് വീഴുവാണ്. പെട്ടെന്ന് ജയൻ ദേവേണ്ടി പോയി കോരി എടുത്ത് കഴിയുമ്പോഴത്തേനും ദേവേന ഇങ്ങനെ ഒരു മൂളൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ വേദന കൊണ്ട് ഇങ്ങനെ പൊളയെ വരും ദേവേനി കിടന്നിട്ട്. പെട്ടെന്ന് തന്നെ ജയൻ ഓടിപ്പോയി ആദർശിനെ വിളിച്ചോണ്ട് വരണം. ആദർശൻ നയനയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദേവേനെ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുന്ന കണ്ടേ. രണ്ടുപേർക്കും കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. എടാ മോനെ, നിനക്ക് എന്താ, അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാ. അങ്ങനെ അവർ ദേവേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ ദേവേനി എന്താളും കിടന്ന കിടപ്പ് 2-3 ആഴ്ച അങ്ങനെ കിടക്കും. അവസാനം നയനയുടെ കാരണത്തെ വേണം ദേവേനിക്ക് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. ആ സമയത്ത് ഇനി ദേവേനി തിരിച്ചറിയാൻ പോവാ തന്റെ മരുമകളുടെ ഗുണം എന്താന്ന്, മഹത്വം എന്താന്ന്. ഇത്രയും കാലം താൻ കാലിക്കീഴിലിട്ട് ചവിട്ടി അരച്ച മരുമകളാണ് ഇപ്പൊ തന്റെ കൂടെ തനിക്കൊരു ആപത്ത് വരുമ്പോ ഉള്ളേന്നുള്ള ചിന്ത ദേവേന്റെ മനസ്സിലുണ്ടാവുകയൊക്കെ ചെയ്യണം. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.